പൈസ താനേ സെൽവം പോട്ടെ. എനിക്ക് ഉണ്ടമ്പൂര് മേടിച്ചു തരാം. ഉണ്ടമ്പൂര് നിനക്ക് ഞാൻ പിന്നെ മേടിച്ചു തരാം. ചെല്ലേ പൈസ എടുത്തു വേണം. അമ്മ പൈസ തരാതെ സെൽവൻ ഇവിടുന്ന് പോകുന്ന പരിപാടിയില്ല. പൈസ ഒന്നുമില്ല കേട്ടോ. അതൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല. പൈസ കൊണ്ടേ പോകൂ. എന്നാ ഞാനിപ്പൊ കാണിച്ചു തരാം. അയ്യോ നാട്ടുകാരെ ഓടിവായോ, അയ്യോ ഇവനെ കയറി പിടിച്ചേ, ഓടിവായോ ഓടിവായോ. കയറി പിടിച്ചേ ശല്യം തോച്ചല്ലോ. ഞാനൊന്നും പിടിച്ചിട്ടൊന്നുമില്ല. എന്നാ ചേച്ചി സംഭവം? പിടിച്ചടാ. ഞാൻ പിടിച്ചിട്ടില്ല. ഞാൻ കാശ് കൊടുത്തിട്ട് കാശ് മേടിക്കാൻ വന്ന. നീ പലിശക്ക് പണം കൊടുക്കാൻ വന്നാണോ അതോ അവന് ഉണ്ടമ്പരി കൊടുക്കാൻ വന്നാണോ? എന്റെ പൊന്നേട്ടാ, ഞാൻ പലിശക്ക് പണം ചേച്ചിക്ക് കൊടുത്തു. അവന് ഞാൻ ഉണ്ടമ്പരി കൊടുത്തില്ല. നീ ഒരു കാര്യം ചെയ്യ്, അവന് പലിശക്ക് പണം കൊടുക്കണം, ഉണ്ടമ്പരി കൊടുക്കണം. നീ വേഗം സ്ഥലം കാലിയാക്കി നാട്ടുകാരെ വിളിച്ച് കൂട്ടണോ? എന്റെ പൊന്നേട്ടാ, നാട്ടുകാരെ വിളിച്ച് കൂട്ടരുത്. നാട്ടുകാരെ വിളിച്ച് എന്നെ നാറ്റിക്കരുത്. ചേട്ടൻ എന്ത് വേണം എന്നോട് ചോദിച്ചു, ഞാൻ ചേട്ടന് തരാം. എന്ത് തരും? എന്ത് വേണം ചോദിച്ചു. എന്ത് തരും? എന്തോ വേണം. എന്ത് തരും? എന്ത് വേണമെന്ന് പറ. എന്ത് തരും പറ. നീ ഇവിടേക്ക് ചേച്ചി വെക്കോ, ഇവിടെ ഡീലിങ്സ് ഉള്ള കേട്ടോ, കുഴപ്പമൊന്നുമില്ല. നീ പോയി അത് പോയി. നിന്റെ ഉണ്ടമ്പരി അയാളാണ് ഇരിക്കുന്നത്. അത് പോട്ടെ, നീ എന്ത് തരും? എന്തു വേണം? നീ എന്ത് തരും പറ. ഒരു 500 രൂപ തരാം. 500 രൂപ. എടാ 500 എന്നെ പട്ടിക്ക് ബിസ്ക്കറ്റ് മേടിക്കാനില്ലല്ലോടാ. പട്ടി ബിസ്ക്കറ്റ് ആണോ തിന്നുന്നത്? അത് ഓറാ ഉണന്നത്. നാട്ടുകാരെ വിളിച്ച് കൂടണം. 1000 രൂപ തരാം. 1000 രൂപ. 1000 രൂപ ഉറപ്പില്ല. നാട്ടുകാരെ വിളിക്കരുത്. ഇതിനകത്ത് ഇന്നത്തെ പിരിവ് 2000 രൂപ ഉണ്ട്. ഇത് മുഴുവൻ ചേട്ടനുണ്ട്. ദൈവത്തെ ഓർത്ത് നാട്ടുകാരെ വിളിക്കരുത്. എടാ ഈ നാടായ നാട് മൊത്തം കെട്ടിത്തിരിച്ച് നടന്നിട്ട് നിനക്ക് കിട്ടി 2000 രൂപ ഉള്ളോ? അതെ. കഷ്ടം. വിസിലടിക്കണം. വിട്ടു കണ്ടുപോരും. വിട്ടു വിട്ടു. വിട്ടോക്കോ ചേച്ചി, ചേച്ചി ഇങ്ങ് വന്നേ ചേച്ചി. പറ്റിച്ചോന്നോ? ഇത് രമേശനാ. 2000 രൂപ ഞാൻ പറ്റിച്ചെടുത്തിരിക്ക. ഞാൻ അതൊക്കെ പറ്റിച്ചേച്ചി. എന്നാ കയ്യോടെ പിടി. അപ്പൊ ഞാനങ്ങ് പോവാ. എന്റെ കാര്യം അല്ല, എന്റെ ഇത് നിന്റെ ഇതോ അല്ല, മറ്റേ ഇത് പാണ്ടിക്കാരന്റെ. നീ കൂടുതലൊന്നും പറയണ്ട. അല്ലേ ചേച്ചി, ഞാനൊരു ഐഡിയ പറഞ്ഞില്ലേ? പാണ്ടിക്കാരൻ പൈസ മേടിച്ച് ചേച്ചിയുടെ അതിനൊരു അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടല്ലോ. എന്തെങ്കിലും തന്നെ ഞാൻ പോകണം. എന്തെങ്കിലും ഞാൻ പോട്ടെ. എന്തെങ്കിലും ഇപ്പൊ എന്റെ കയ്യിലൊന്നുമില്ല. ചേച്ചി അതിനകത്ത് 2000 രൂപ ഉണ്ടെന്ന്. ഇതിനകത്ത് 2000 രൂപ ഉണ്ട്. ഞാൻ പറഞ്ഞ ഐഡിയ അല്ലേ അത്? നീ പറഞ്ഞ ഐഡിയ. ഇതിന്റെ പകുതിയോ? ഇതിന്റെ പകുതിയോ? ഇഷ്ടപ്പെട്ട്. അപ്പൊ എനിക്ക് സന്തോഷം. ഇങ്ങോട്ട് നോക്കിയേ, ഈ പൈസന്ന് 1 രൂപ നിനക്ക് തന്നെ. 1 രൂപ എനിക്ക് വേണ്ട. 1 രൂപ കിട്ടുന്ന എനിക്ക് എന്ത് ചെയ്യാനാ? 1000 രൂപയ്ക്ക് കിട്ടിയാ മതി. ഇതിനകത്തുനിന്നോ? അതിനകത്തു. ഇതിനകത്ത് 1 രൂപ 1 രൂപ പോലും നിനക്കാൻ തരത്തില്ല. നമ്മള് കുടുംബപരമായിട്ട് നോക്കുമ്പോഴേ കുടുംബപരമായിട്ടൊക്കെ മാറി നിൽക്കും. അപ്പൊ കുടുംബപരമായിട്ടൊക്കെ മാറി നിൽക്കാം. കാശുമില്ല. വർത്തമാനം പറയുന്നോ? പിടിച്ചാന്ന് ഇടിച്ച പൈസ പിടിച്ചാന്ന് ഞാൻ പൈസ ഇല്ലെന്നോ? 1000 രൂപ എനിക്ക് കിട്ടുന്ന ഞാൻ സ്വഭാവം മാറും. എന്റെ സ്വഭാവം മാറും. പൈസ തരത്തില്ല. ഇല്ല. നിങ്ങളെ ഞാൻ പോകുന്നില്ല. പ്രശ്നമില്ല. നിങ്ങൾ പൈസ തരും അല്ലെങ്കിൽ അവിടെ പോകുന്നില്ല. ഇവിടെ കിടക്കും. ഞാൻ ഇത് പിടിച്ചാ മതി. പാട്ടുകാരുടെ പൈസ പിടിച്ചു കൊടുത്തിട്ട് മാറത്തില്ലല്ലേ? ഇല്ലല്ലേ? ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ പണി കാണിച്ചു. നിങ്ങൾ വന്നാ പണി കാണിക്കല്ലോ.
ഭദ്രകാളി. നാട്ടുകാരെ ഓടിവായോ ഓടിവായോ ഇവരെന്നെ കയറി പിടിച്ചേ. നാട്ടുകാരെ ഓടിവായോ ഇവരെന്നെ കയറി പിടിച്ചേ. വായോ വായോ ഇവരെന്നെ നശിപ്പിച്ചേ. ഇവരെന്നെ നശിപ്പിച്ചേ. എന്താ പ്രശ്നം? എന്താ അച്ഛാ ഈ അപ്പച്ചിയുണ്ടല്ലോ ഇയാൾക്ക് ഒരു പിടിച്ച് ഞാനോ? സത്യമായിട്ട് ഞാനല്ല, ഈ കാലിന് എന്നെ കയറി പിടിച്ചത്. എന്റെ പെണ്ണുപുള്ള പലരും പിടിക്കും, പക്ഷെ ഇന്ന് വരെ അവളെ ആരും പിടിച്ചിട്ടില്ല. അറിയോ? അവളെ ഒരു മനുഷ്യൻ പിടിച്ചിട്ടില്ല. ഇനി ഞാൻ പോലും പിടിച്ചിട്ടില്ല. മനസ്സിലായോ? നീ എന്റെ പെണ്ണുപുള്ള പിടിക്കുമല്ലേ? എല്ലാം സംഭവിച്ചില്ല. പാണ്ടിക്കാരൻ വന്നിട്ട് പൈസ കൊടുക്കാഞ്ഞിട്ട് നീ എന്റെ പെണ്ണുമ്പുള്ളക്കാർ പിടിക്കുമല്ലേ? നിന്നെ ഇടിക്കാത്തത് എന്താണെന്നറിയോ? എനിക്ക് പേടിയായോണ്ട് അറിയോ? അല്ലെ ഇടിച്ചില്ല. എന്നെ ഇതിന്റെ പൊങ്ങിയിരിക്കുന്നു. മതി. ഞാൻ ഐഡിയ പറഞ്ഞു കൊടുത്തു, അതെനിക്ക് എന്നെ വന്ന് ഭാവിച്ചു. എടാ വേലിയിരുന്ന പാമ്പിനെ എടുത്തേ പോക്കറ്റ് വെക്കേണ്ട വല്ല കാര്യമുണ്ടോ?